ഹായ് ഫ്രണ്ട്സ്, ട്രംപ് ആൻഡ് ടേസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റവ വെച്ച് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു ദോശയെന്നോ അപ്പമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ പഞ്ഞി പോലത്തെ ഒരു ദോശയും അതിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ടൊരു തക്കാളി ചട്നിയും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. റവ അപ്പം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് റവ വേണം. ഇത് റോസ്റ്റഡ് റവയാണ്. ഒരു 2 കപ്പ് റോസ്റ്റഡ് റവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 കഷ്ണം സവാള ആഡ് ചെയ്ത് കൊടുക്കാം, ഓണിയൻ. ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നമ്മൾ എടുത്തിരിക്കുന്ന റവ അളന്ന അതേ സെയിം കപ്പിൽ തന്നെ 1.5 മുതൽ 2 കപ്പ് വരെയാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1.5 കപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു തിക്ക് ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര തിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ല, കൺസിസ്റ്റൻസി ഇച്ചിരി കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു അല്പം റവയും കൂടെ നമുക്ക്, അതായത് ഒത്തിരി ലൂസ് ആയി കഴിഞ്ഞാൽ കുറച്ച് റവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സ്ചർ നന്നായിട്ട് ബാറ്റർ ആക്കിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം. നമ്മുടെ ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇത്. നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് നല്ല കുട്ടി സോഫ്റ്റ് ആയിട്ടുള്ള റവ അപ്പം ചുട്ടെടുക്കാം. അപ്പം റെഡി ആവുന്ന സെയിം ടൈമിൽ നമുക്ക് ഇതിനുവേണ്ടി ചട്നിയും റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഓയിൽ ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് ഒരു ബേ ലീഫ്, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഗ്രാമ്പു, ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് ഓണിയനാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരല്പം ഉപ്പോടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് ഈ ഓണിയൻ ഒന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടണം. നമ്മുടെ ഓണിയൻ ഓൾമോസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ഈ ബേ ലീഫ് കിടക്കുന്നുണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഇനി ഇതിന് കുറച്ച് ഓണിയൻ നമുക്ക് മാറ്റി വെച്ചിട്ട് ഇത് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞ് നമുക്ക് ഒരു ടൊമാറ്റോയും കൂടെ കൂട്ടിയിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ അതിന് വേണ്ടി ഒരു തവി ഓണിയൻ എടുത്ത് മാറ്റുവാണ്. ഇത്ര ഓണിയൻ ഞാനെടുത്ത് മാറ്റുവാണ്. ഇനി ബാക്കിയുള്ള ഓണിയനിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ ഒന്നുമില്ല, കുറച്ച്, അതായത് ഒരു 1/4 ടീസ്പൂൺ ടെർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല പൗഡേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇടുക, അല്ലെങ്കിൽ നമ്മുടെ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ ഒനിയൻ തണുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. നമ്മളപ്പോൾ പേസ്റ്റ് ചെയ്തിരിക്കുന്ന ടൊമാറ്റോ ആൻഡ് ഒനിയൻ നമുക്ക് നമ്മുടെ മിക്സറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പെല്ലാം പാകത്തിന് ആണോ നോക്കുക. ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് സോൾട്ട് കൂടെ വേണം. ഞാൻ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചട്നി ഓൾമോസ്റ്റ് കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം.
ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റവ അപ്പം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ അപ്പം ചുടാനുള്ള ചട്ടി കുറച്ച് ഓയിൽ വെച്ച് ഒന്ന് ഗ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് മറിച്ചിടാം. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതാണ് സോഫ്റ്റ് ആയിട്ടുള്ള റവ അപ്പം. അപ്പം നമുക്ക് ബാക്കിയുള്ളത് കൂടെ ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ അപ്പം അല്ലെങ്കിൽ റവ ദോശ എന്ന് വേണമെങ്കിലും വിളിക്കാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ദേ ഒരു ചെറിയ പീസ് എടുത്ത് കാണിച്ചു തരാം. കണ്ടു, ഇത്രയും സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഒണിയൻ ടൊമാറ്റോ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, ഡിന്നറായിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. നല്ലൊരു ദിവസം നേരുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. Press the bell icon on the YouTube app and never miss another update.